ഹലോ, ഒരാഴ്ച റൂമിലിരുന്ന് പുറത്തിറങ്ങിയ സന്തോഷമായിട്ട് നിങ്ങളെ കാണാം. നമ്മളിപ്പോൾ പോകുന്നത് റിയാദിൽ നിന്ന് 1 മണിക്കൂർ ദൂരമുള്ള സ്ഥലത്തേക്കാണ്. ഈ ഡെസ്റ്റിനേഷൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ഇതാ അന്നും തേനും കാറിൽ ഹാപ്പി ആയി പാട്ടൊക്കെ പാടി. ഈ സന്തോഷം എത്ര ടൈം വരെ ഉണ്ടെന്ന് കണ്ടറിയാം. പറഞ്ഞപ്പോഴേക്ക് ഇതാ രണ്ട് വൈക്കായി. ഇതിന്റെ ഉള്ളിലെ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി പുറത്തേക്കൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ അതാ സിറ്റിയൊക്കെ കഴിഞ്ഞ് 2 സൈഡ് മലകളും കൃഷികളും ഒക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇതാ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. ഉള്ളിലേക്ക് കയറാൻ ഫ്രീ എൻട്രി ആണ്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മുടെ കണ്ണിനൊക്കെ നല്ലൊരു കുളിർമ തന്നെ വരുന്നത്. ഇവിടെ സൗദിയിൽ നമുക്ക് എല്ലായിടത്തൊന്നും പച്ചപ്പൊന്നും കാണാം. നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തേക്കോ പാർക്കിലേക്കൊക്കെ പോകുമ്പോഴാണ് പച്ചപ്പുകളൊക്കെ കാണാറ്. ഈ സ്ഥലത്തിന്റെ പേര് വരുന്നത് ആമസോണിയ നഴ്സറി ഫാം എന്നാണ്. ഗൂഗിളൊക്കെ ചെയ്താൽ ഈ പേരാണ് കാണുന്നത്. ഇതിന്റെ ഉള്ളിൽ മെയിൻ ആയിട്ട് വരുന്നത് തൈകളാണ്. നമുക്ക് വാങ്ങാൻ പറ്റിയ കുറെ ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. ചെടികളൊക്കെ മേടിച്ചിട്ടില്ലെങ്കിലും കാണാൻ തന്നെ ഭയങ്കര. നമ്മുടെ നാട്ടിലെ പുല്ലൊക്കെ അവിടെ വിൽക്കാൻ വെച്ചത്. ഇതാണ് ലേഡീസിന്റെയും ജെന്റ്സിന്റെ ഒക്കെ വാഷ്റൂം. അതിന്റെ അടുത്തായി തന്നെ ഒരു സ്ട്രോബെറി ഫാം. ഇതിന്റെ ഉള്ളിലേക്ക് പേയ്മെന്റ് വേണം. നല്ല തിരക്കുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് മുന്നോട്ട് നടന്നു. തൊട്ടടുത്ത് തന്നെ ഇതാ റോസിന്റെ ചെടികൾ കാണുന്നു. ഇതാ അന്നോയുടെ ഫ്രണ്ട് ആമിയും കൈ പിടിച്ച് കാണാൻ തന്നെ നല്ല രസമുണ്ട്. ഇതൊക്കെ വലിയ റോസുകളാണ്. ഞാനിത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒറിജിനൽ പോവാന്ന് വിചാരിച്ചു. പക്ഷേ ഇത് പ്ലാസ്റ്റിക്. ദേ ഈ ചെടി കണ്ടോ? ഈ ചെടിയിലെ ഓറഞ്ച് നിങ്ങൾ ഇത് ഒറിജിനലാ. ഇത് പറിച്ച് നമ്മൾ പൊളിച്ചു നോക്കിട്ടോ. സംഭവം ഉള്ളിൽ ഒരു പഞ്ഞി പോലെ ഒന്നും കൊള്ളൂല. മക്കൾസ് ഇതാ ഊഞ്ഞാലയിലൊക്കെ ഓടി ചാടി കയറി. ഞാൻ വന്നപ്പോഴേക്കും ഇത് ആടാനൊക്കെ തുടങ്ങി. പിന്നെ നമ്മൾ വിട്ടുകൊടുക്കുക. അവിടെ ഒരു സീറ്റ് കണ്ടപ്പോൾ അപ്പം തന്നെ കയറി അങ്ങ് ആടി. എവിടെ പോയാലും ഒന്നിന് എന്തേലും ഒരു ഹോബി കാണും. ഇതാ ഇവിടെ നല്ല പൂരയ്ക്കണം. അങ്ങനെ ഇതാ നേരൊക്കെ ഇരുട്ടി തുടങ്ങി. എന്താല്ലേ ആകാശമൊക്കെ കാണാനുള്ള ഭംഗി. ഓ, ഇപ്പോൾ ഇവിടെ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. ചൂടല്ലേ, അപ്പൊ പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചേക്കാം. രാത്രി മാത്രമേ നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങാറുള്ളൂ. പിന്നെ ദൂരമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ. ഈ ഷോപ്പ് ശരിക്കും ഞാൻ ഇവിടുന്ന് പോകാൻ നേരത്താണ് കാണുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികൾ ഉണ്ടോ. നമ്മൾ ആദ്യം കണ്ടതിനേക്കാളും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടികൾ ഇവിടെ ആണുള്ളത്. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്. ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്ത് നോക്കി. വില കേട്ടപ്പോൾ അവിടെ തന്നെ വെച്ച്. നമുക്ക് നാട്ടിലൊക്കെ മണി പ്ലാന്റ് ഒക്കെ സുലഭമാണ്. പക്ഷെ ഇവിടെ നോക്കി 130 റിയാലാണ് വരുന്നത്. ഏകദേശം 2,800 സംതിങ് ഒക്കെ. നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് മണി പ്ലാന്റ് വിറ്റാൽ മതി. പൈസക്കാർ ചെടികൾക്ക് വിലക്കുറവുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറച്ച് എക്സ്പെൻസ് ആണ്. അനുവിന്റെ കൈ പിടിച്ചിട്ട് അങ്ങ് കിട്ടുന്നില്ല. അവൾ അവിടേക്കൊക്കെ ഓടുക. ഇനിയിപ്പോ ഞങ്ങൾ ഇവിടുന്ന് ഫ്ലാറ്റിലേക്ക് പോവാണ്. ഇന്നത്തെ സംഭവം ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.